തെരഞ്ഞെടുപ്പിൽ ടി.വി.കെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ടി.വി.കെ അധ്യക്ഷൻ വിജയ്. ആരുമായും സഖ്യത്തിനില്ലെന്നും പ്രഖ്യാപനം. ഡി.എം.കെ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയണമെന്ന് വിജയ് ആഹ്വാനം ചെയ്തു. മഹാബലിപുരത്ത് നടന്ന ടി.വി.കെ ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിജയ്. ഇന്ന് മഹാബലിപുരത്ത് വെച്ച് നടന്ന ടി.വി.കെ ഭാരവാഹികളുടെ യോഗത്തിൽ വെച്ച് ടി.വി.കെയുടെ സഖ്യസാധ്യതകൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് അധ്യക്ഷനായിട്ടുള്ള വിജയ്. ഇതൊരു മാസത്തിന് ശേഷമാണ് ടി.വി.കെയുടെ ഭാരവാഹി യോഗത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് CBIയുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള ഘടകങ്ങളുണ്ടായിരുന്നു. ഇതിനിടയ്ക്കായിരുന്നു ടി.വി.കെ പല പാർട്ടികളുമായിട്ടും സഖ്യമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ പ്രചരിച്ചത്. BJPയുമായി ചേർന്ന് ടി.വി.കെ ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കും എന്നുള്ള തരത്തിലെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു. കോൺഗ്രസ് ടി.വി.കെക്കെതിരെ മൃദു സമീപനമെടുത്തിരുന്നു. അപ്പോൾ ഇത് കാരണം തന്നെ കോൺഗ്രസുമായി ടി.വി.കെ ഒരു സഖ്യം രൂപീകരിക്കും എന്നുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നുമെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരം ചർച്ചകൾക്കെല്ലാം ഒരു അടിവര ഇട്ടിരിക്കുകയാണ് വിജയ്. ടി.വി.കെ ഒരു പാർട്ടിയുമായും സഖ്യത്തിനില്ല, ഒറ്റയ്ക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് വിജയ് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. இந்த தீய சக்தியா இருக்கட்டும், இந்த ஊழல் சக்தியா இருக்கட்டும், ரெண்டு பேரும் தமிழ்நாட்டை ஆண்டவை கூடாது. அப்படிப்பட்ட இந்த கட்சிகளை உண்மையா தில்லா எதிர்க்கிற அந்த கட்ஸும் கெத்தும் நம்ம கிட்ட மட்டும்தான் இருக்கு. அதனால நீங்க என்ன சூழ்ச்சி நம்ம மேல பண்ணாலும், என்ன அழுத்தம் நீங்க கொடுத்தாலும், இந்த அடங்கி போறதுக்கோ, இந்த அண்டி பொழைக்கிறதுக்கோ, இல்ல இந்த அடிமையா இருக்கிறதுக்கால நம்ம அரசியலுக்கு வரல. അതുമാത്രമല്ല, യാതൊരു തരത്തിലെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് വിജയ് പാർട്ടി പ്രവർത്തകരോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പല രീതിയിലും സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, തന്നെ വില കുറച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. കഴിഞ്ഞ 30 വർഷമായി തന്നെ പലരും വില കുറച്ച് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ വളരെയധികം ശക്തിയോടെ തന്നെ താൻ നേരിടുമെന്നും വിജയ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ DMK എന്ന് പറയുന്ന പാർട്ടി CN അണ്ണാദുരൈ ആരംഭിച്ച പാർട്ടിയാണ്. എന്നാൽ അണ്ണാദുരൈയുടെ ആശയങ്ങൾ DMKയും ADMKയും പൂർണ്ണമായി മറന്നിരിക്കുന്നു എന്നുള്ള ആക്ഷേപം വിജയ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ADMK എന്നുള്ള പാർട്ടി പൂർണ്ണമായി BJPക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. DMK ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. DMK സർക്കാരിനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് തൂത്തെറിയണമെന്ന് പ്രവർത്തകരോട് വിജയ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തനിക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്, ജനങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്. അതേ വിശ്വാസം ടി.വി.കെയുടെ എല്ലാ പ്രവർത്തകർക്ക് മേലിലും ജനങ്ങൾക്കുണ്ടാകണം. അതിനുള്ള പ്രവർത്തനമാകണം ഇനിയുള്ള ദിവസങ്ങളിൽ ആരംഭിക്കേണ്ടതെന്നും വിജയ് പ്രവർത്തകരോട് പറഞ്ഞു. അതുമാത്രമല്ല, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് സ്വീകരിക്കേണ്ടത്, ആത്മവിശ്വാസത്തോടെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നും വിജയ് പ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞു വയ്ക്കുന്നു. അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടി.വി.കെക്ക് അവരുടെ ഔദ്യോഗിക ചിഹ്നമായി വിസിൽ അനുവദിച്ചത്. ഈ വിസിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി വിജയ് തന്നെ ഈ ഒരു യോഗത്തിൽ പ്രഖ്യാപിച്ചു. വിസിലിൻ്റെ രൂപമുള്ള ഒരു പ്രതിമ അത് പ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. എന്തായാലും ഒരു മാസത്തിന് ശേഷം വിജയ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഈ ചടങ്ങ് അത് വളരെയധികം നിർണായകം തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ടി.വി.കെയെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം തന്നെയായിരുന്നു ഇന്നത്തെ വിജയുടെ ഓരോ വാക്കുകളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.